വെൽക്കം ടു ദാസ് ക്രിയേറ്റീവ് ബൈറ്റ്സ്. നമുക്കിന്ന് വളരെ കുറച്ച് എണ്ണ ഉപയോഗിച്ച് ഒരു കിടിലൻ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാം. ഇതിനായി ക്ലീൻ ചെയ്തെടുത്ത 1 കിലോ ചിക്കൻ വെള്ളം കളഞ്ഞ് പിഴിഞ്ഞെടുത്ത് വെക്കുക. ഇനി മറ്റ് ഇൻഗ്രീഡിയൻസ് നോക്കാം. 18 എണ്ണത്തോളം വറ്റൽ മുളക് കഴുകി ചെറുതായി മുറിച്ചെടുത്തത്, 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചോപ്പ് ചെയ്തത്, 1 കുടം വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, 2 കപ്പ് കൊച്ചുള്ളി, ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഒരു വലിയ തക്കാളി ചോപ്പ് ചെയ്തത്. ഇനി ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എന്നിവ എടുക്കുക. 2-3 തണ്ട് കറിവേപ്പിലയും കൂടി എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. ചിക്കൻ വയ്ക്കാൻ ഉപയോഗിക്കുന്ന പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. ഇതിലേക്ക് മുറിച്ചു വെച്ചിരിക്കുന്ന വറ്റൽ മുളക് ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം. മുളക് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് വഴറ്റാം. ഇതൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൊച്ചുള്ളിയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഉള്ളി വാടി വരുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടിവർഗ്ഗങ്ങളെല്ലാം ചേർത്ത് പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കുക. പൊടികളുടെ പച്ചമണം മാറി കഴിയുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് നന്നായി വഴറ്റാം. തക്കാളി വാടി വരുമ്പോൾ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ചിക്കൻ ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് ഇളക്കി അടച്ചു വെച്ച് 10 മിനിറ്റ് വേവിക്കുക. 10 മിനിറ്റ് ആയപ്പോഴേക്കും ചിക്കനിൽ നിന്നും വെള്ളമെല്ലാം ഊറി വന്നിട്ടുണ്ടാകും. ഈ വെള്ളത്തിൽ കിടന്ന് ഒരു ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് കൂടി ചിക്കൻ വേവട്ടെ. 10 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോഴേക്കും ഇതിനകത്ത് വെള്ളമെല്ലാം വറ്റി എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ടാകും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ നാരങ്ങ നീരും 3 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ കിടിലൻ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.